ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെൻ്റൽ മെസ്സേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, മെൻ്റൽ മെസ്സേജ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ടെലിപ്പതി എന്ന്. അപ്പോൾ എന്താണ് ഈ ടെലിപ്പതി? സത്യം പറഞ്ഞാൽ ഉള്ള കാര്യമാണല്ലേ. പലർക്കും അത് എന്തായാലും ഓർമ്മ വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നത് ഈ അമ്മയും കുഞ്ഞിനെയും റെപ്രസെൻ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്, നമ്മളിപ്പോൾ വേറൊരു ഹോസ്റ്റലിൽ നിൽക്കുവാണ്, പഠനത്തിനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മളൊന്ന് വെയ്യാതെ വരുന്ന അവസരത്തിൽ, നമ്മളിങ്ങനെ അവിടെ വീണ് കിടക്കുന്ന ഒരു അവസരം, അല്ലെങ്കിൽ വെയ്യാതെ വരുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആ സ്പോട്ടിൽ നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയാണ്? നമ്മളെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അമ്മമാർ. അമ്മ എന്നെ വിളിക്കുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അമ്മ ഓൾറെഡി അവിടെ കണക്റ്റഡായിട്ട് നമ്മളെ വിളിച്ചിട്ട് മോളെ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ, അതായത് ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, നമ്മൾ ഭയങ്കര ചങ്കുമാണ്, പക്ഷേ നമ്മൾ കുറേ ദിവസം വിളിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എടി നീ ഓക്കെ ആണോ? അന്നേരം നമ്മൾ തീരെ ഡെസ്പായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതുവരെ നമ്മളെ കാണാൻ വരാത്തവൻ പെട്ടെന്ന് കയറി കാണാൻ വരുന്നു. നീ ഓക്കെ അല്ലേ? എനിക്ക് നീ ഓക്കെ അല്ലെന്ന് മൈൻഡിൽ തോന്നി, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്, നീ ഓക്കെ ആണോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഈ ടെലിപ്പതി എന്ന് പറയുന്ന കാര്യം ഉള്ളതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചാനലിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ മെസ്സേജിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ടെലിപ്പതി പല രീതിയിലുണ്ട്. നമുക്ക് ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരു ടെലിപ്പതി ഉണ്ട്. നമുക്ക് ധ്യാനത്തിലൂടെയും അതുപോലെ തന്നെ മറ്റ് മെഡിറ്റേഷൻ രീതികളിലൂടെയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ടെലിപ്പതി ഉണ്ട്. ഇനി ഇമോഷണൽ ആയിട്ടുള്ള ടെലിപ്പതി ഉണ്ട്. നമുക്ക് വെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇമോഷണലി വീക്കായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ വല്ലാത്തൊരു ഇത് തോന്നും, എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് നമ്മളെ വിളിക്കും. ഇനി നമ്മുടെ കൂട്ടുകാരികളോ ആരെങ്കിലും ഒരു അപകടത്തിൽ എന്തെങ്കിലും പെടുന്നതിന് മുമ്പ് നമുക്ക് മൈൻഡിൽ ഒരു ഇത് തോന്നും, ഒരു തോട്ട്ഫുള്ളായിട്ടൊരു ടെലിപ്പതി. അതായത് എന്തോ സംതിങ് അവിടെ നടക്കാൻ പോകുന്നല്ലോ, എടി നീ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ എന്ന് പറയുന്ന ചിലരുണ്ടാവും. അപ്പോൾ സംഭവം സത്യം പറഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാനിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ അത് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് പറയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒന്നും കാണുന്നില്ല, ഒന്നും തൊട്ടറിയുന്നില്ല, ഒന്നും കാണുന്നതുമില്ല, പക്ഷെ നമ്മളൊന്നും തൊട്ടറിയുന്നതുമില്ല. പക്ഷെ നമ്മുടെ ചിന്തയിലൂടെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്ത് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അതായത് ഒരു യാഥാർത്ഥ്യത്തിലോട്ട് എത്തിച്ചേർക്കുന്നതാണ് നമ്മൾ ഈ ഒരു ടെലിപ്പതി എന്ന് പറയുന്നത്. അതായത് അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി വെയ്യാതെ കിടക്കുന്നു, അമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നീ ഓക്കെ ആണോ? അപ്പോൾ കുട്ടി പറയണം, ഇത്രയും ദിവസം എനിക്ക് 2-3 ദിവസം വെയ്യായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടി പറയാണ്, 2-3 ദിവസം എനിക്ക് വെയ്യായിരുന്നു. നീ ഓക്കെ അല്ലെന്ന് എനിക്ക് തോന്നി, നിൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നു, എന്തോ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ചിലർക്ക് രാത്രി കിടക്കുമ്പോൾ അമ്മമാർക്ക് ഉറക്കം കിട്ടത്തില്ല, മക്കൾക്ക് എന്തോ വെയ്യായോ, അവർ അവിടെ പഠിക്കാൻ നിൽക്കുവാണല്ലോ, എന്തോ വെയ്യാത്ത കണക്ക് എനിക്ക് തോന്നുന്നു, ആഹാരം ഇറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ അതായത് നമ്മുടെ ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും നമ്മൾ ഈ ടെലിപ്പതി എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഒരു മെൻ്റൽ മെസ്സേജിനെ കുറിച്ചാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സൺ, നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു പേഴ്സൺ, എങ്ങനെയാണ് ആ ഒരു പേഴ്സണെ കൊണ്ട് നമുക്ക് മെൻ്റൽ മെസ്സേജ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേഴ്സണെ എങ്ങനെയാണ് മെൻ്റൽ മെസ്സേജ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ടെക്സ്റ്റ് മെസ്സേജാണ്. അപ്പോൾ ഒരു മെൻ്റൽ മെസ്സേജ് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്തിട്ട് അവിടെ ആ ഒരു പുള്ളിക്കാരന് അവിടെ ഒരു കണക്ഷൻ കൊടുത്ത് തിരിച്ച് ആ പുള്ളിക്കാരൻ വിളിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ വിളിക്കുന്നതോ മെസ്സേജ് അയക്കുന്നതോ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ സാധാരണ മറ്റുള്ള വീഡിയോകളിൽ ഞാൻ 24 മണിക്കൂർ കൊണ്ട് നേടാം, 6 മണിക്കൂർ കൊണ്ട് നേടാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നേടാം, 24 മിനിറ്റ് കൊണ്ട് നേടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിനിറ്റുകളും ദിവസങ്ങളും പറയാറുണ്ട്. അല്ലെങ്കിൽ മിനിറ്റും 24 മണിക്കൂറും 48 മണിക്കൂറും പറയാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ദിവസങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ ഒരു ആഴ്ച എടുക്കാം, ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 ആഴ്ച എടുക്കാം, അങ്ങനെ പല ദിവസങ്ങളെടുക്കാം. പക്ഷേ ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇതെടുക്കുമ്പോൾ, അതായത് ഇത് നമുക്ക് ആക്ച്വലി വർക്കായി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ച് ഒരു 2-3 വീക്സോ അല്ലെങ്കിൽ 4 വീക്സോ ഒക്കെ ആയെന്ന് വരാം. അത് നമ്മുടെ ഒരു കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കഴിവല്ല മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റേണ്ടതെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ നമുക്ക് മെൻ്റൽ മെസ്സേജ്, അതായത് ആ ഒരു പേഴ്സണിനെ നമുക്ക് അങ്ങോട്ട് മെൻ്റൽ
മെൻ്റൽ മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ മെൻ്റൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു മെഡിറ്റേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടൊരു മെഡിറ്റേഷൻ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക. ചെയ്ത ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ നമുക്കൊരു ഫോക്കസ് ഔട്ടായി പോകും. പല സന്ദർഭങ്ങളിൽ നമുക്കൊരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം. അത്രയും ഭയങ്കര ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കാര്യങ്ങളെയൊക്കെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പലർക്കും സാധിക്കും. അത് നല്ല മെഡിറ്റേഷൻ, നല്ലൊരു പവർ, നമ്മൾ നല്ല രീതിയിൽ ഐ കോണ്ടാക്റ്റ്, നല്ല രീതിയിൽ ഫോക്കസ് വിടാതെയുള്ള ഒരു ചിന്ത, അതായത് നേർരേഖയിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ നേർരേഖയിൽ തന്നെ നമ്മൾ ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു പവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ആ ഇഷ്ടപ്പെടുന്ന ആളെ നമുക്ക് എങ്ങനെ മെൻ്റൽ മെസ്സേജ് ചെയ്യിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നിശബ്ദമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശാന്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാന്തമല്ലാത്ത ഒരു സ്ഥലം, ഒരുപാട് സൗണ്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ ആ ഒരു സൗണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ചെവിക്കുള്ളിൽ. ഇങ്ങനെ എന്താണ് അവിടെയും നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ പറയുന്ന നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ രണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധക്കുറവുണ്ടാവും, അതായത് ഫോക്കസ് ഔട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു റൂം ആകട്ടെ, ഒരു കോർണർ ആകട്ടെ, ഏത് സ്ഥലമാണെങ്കിലും ആ ഒരു സ്ഥലം നിങ്ങളുടെ ബെസ്റ്റായിട്ടൊരു സ്ഥലമാണെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കുക. ഇനി നമ്മളിത് ഒരിക്കലും നിന്നുകൊണ്ട് ഈ ഒരു മൈൻഡ് മെസ്സേജ് അല്ലെങ്കിൽ മെൻ്റൽ മെസ്സേജ് നമ്മൾ ചെയ്യരുത്. ഈ മെൻ്റൽ മെസ്സേജ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. ഇപ്പം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഞാനിങ്ങനെ നേരെ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. ചിലരിങ്ങനെ കാലൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇരിക്കും, രണ്ട് കാലും ഇങ്ങനെ ചമ്രം മടഞ്ഞിരിക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ഇരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെയാണോ ഇരിക്കാൻ ഇഷ്ടം അതുപോലെ നിങ്ങൾ ആദ്യം ഇരിക്കുക. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലേസ് തിരഞ്ഞെടുത്തിരിക്കുക. ആ ഇരിക്കുന്ന പൊസിഷനാണ് സെക്കൻഡ് തിങ്. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക. ഇനി ഇരുന്ന ശേഷം നമ്മൾ കണ്ണുകൾ ഒന്നടയ്ക്കുക. അപ്പോൾ കണ്ണുകൾ അടച്ചിട്ടാണ് ഞാൻ ഈ പറയേണ്ട കാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രീത്തിൻ, അതായത് നമ്മൾ മെഡിറ്റേഷൻ എടുത്തിട്ടില്ല, മെഡിറ്റേഷൻ എടുക്കാത്ത ഒരാളാണ്, അത്രത്തോളം ഫോക്കസ് കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണുകളൊന്ന് അടയ്ക്കുക. കണ്ണുകൾ ഇങ്ങനെ ഇറുക്കിയല്ല അടയ്ക്കേണ്ടത്, ഇങ്ങനെ കണ്ണുകളൊന്ന് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ണുകൾ അടച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രീത്തിൻ ചെയ്യുക. ബ്രീത്തിൻ, ബ്രീത്ത് ഔട്ട്. ഏകദേശം ഒരു 10 ടൈംസ് എങ്കിലും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 10 ടൈംസ് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ബലം എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ആണെങ്കിലും നിങ്ങളുടെ മൈൻഡ് ആണെങ്കിലും ഒരു ഫ്രഷ് ആവും. അവിടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി മൊത്തത്തിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഇരിക്കുന്നു, നിങ്ങളൊരു നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുന്നു. ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ ആ ഒരു മൈൻഡിലേക്ക് എത്തുന്നതിന് വേണ്ടി, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ്. ഒന്നെങ്കിൽ നല്ല രീതിയിലൊരു മൈൻഡ് പവർ ഉള്ള ഒരാൾക്ക് ഒരു 3 ടൈംസ് ഓർ 5 ടൈംസ് മതി. ഇനി ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഫോക്കസ് ആയി പോകുന്നുണ്ട്, പല കാര്യങ്ങളിലേക്ക് ഞാൻ വ്യതിചലിച്ച് പോകുന്നു എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു 10 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അത് ചെയ്യുക. ഇനി അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പർ മെൻ്റൽ മെസ്സേജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കണ്ണടച്ചിട്ടാണ് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങൾ കണ്ണിൽ, അതായത് നിങ്ങൾ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം നമ്മൾ മൈൻഡിൽ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലവർ എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലവർ, അവനായിക്കൊള്ളട്ടെ അവളായിക്കൊള്ളട്ടെ ആരാണെങ്കിലും ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കാണുക. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണെന്ന് നിങ്ങൾ കാണുക. കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മുഖാമുഖം അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് തുറന്നിട്ട് എന്താണ് ആ പുള്ളിയോട് പറയാനുള്ളത് നിങ്ങളത് പറയുക. ഇപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ എടാ, ഞാൻ കുറേ കാലമായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു സമയം കിട്ടിയത്. എന്തോ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഐ ലവ് യു.
എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലോട് കൂടി നിങ്ങൾ പറയുക. ഓക്കെ, നിങ്ങളത് ഫീലോട് കൂടി ഇപ്പം നിങ്ങൾ എന്താണോ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഇഷ്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്കിനി നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ വരാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ അവരുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നിങ്ങൾ അവരുടെ അടുത്ത് പറയുക. ആ കാര്യം പറയുമ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, എടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നോക്കിയാണ് ഞാൻ പറയേണ്ടത്. അതായത് എൻ്റെ മൈൻഡിൽ അവൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്, അവൻ്റെ കണ്ണിൽ ഞാൻ നോക്കുന്നുണ്ട്, അവൻ എൻ്റെ കണ്ണിലും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ലവ് യു പറയുകയാണ്. അപ്പോൾ അവൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക. നമ്മളത് മുമ്പൊക്കെയുള്ള അവൻ്റെ ഒരു മുഖവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കുക, റീക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു മാതൃക റീക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവനിങ്ങനെ ചിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നെർവസ് ആവുന്നു, ഓക്കെ. പക്ഷെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്, മനസ്സിലായോ? ഇപ്പോൾ അവൻ നെർവസ് ആവുന്നു, എനിക്ക് പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്. അവനൊന്ന് ചിരിക്കുന്നതായിട്ട് ചിന്തിക്കുക. അപ്പോൾ അവൻ തിരിച്ച് അവിടെ മറുപടി പറയുന്നതാണ്, നിനക്ക് എന്നോട് ഇഷ്ടമോ എന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, നിങ്ങളുടെ ഇതുവരെ സംസാരിച്ചിട്ടുള്ള ആളാണ് അയാൾ. അപ്പോൾ അയാളുടെ സൗണ്ട് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ കിടക്കും. അപ്പോൾ ആ സൗണ്ട് നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, റീക്രിയേറ്റ് ചെയ്യണം. ആ സൗണ്ടിൽ നമ്മൾ ആ ഒരു മാതൃക പോലെ നമ്മൾ ഒപ്പിക്കണം. അതായത് നമ്മുടെ മൈൻഡിൽ റീക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അവൻ്റെ സൗണ്ട് കേൾക്കുന്നു, ഞാനോ ശരിക്കും എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഒരു ചിരി വരുമല്ലോ, ഒരു നാണം, ഒരു ചിരി, എന്താണ് നമ്മൾ പറയുന്നത് വെച്ചാൽ അവിടെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇടുന്നു. അപ്പോൾ നിങ്ങൾ അവനോട് പറയുകയാണ്, ശരിക്കും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അവൻ്റെ തിരിച്ച് റെസ്പോണ്ട്, ഇത്രയും നാൾ ഞാൻ പറയാതിരുന്ന എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിൻ്റെ കാര്യം പറയുന്നു. അതിനുശേഷം നിങ്ങൾ നോർമലി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെ സംസാരിച്ചിരിക്കുക, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രീം കാണുക. അവൻ്റെ സൗണ്ട് വെച്ച് തന്നെ അവൻ അടുത്ത് വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവൾ അടുത്ത് വന്ന് നിൽക്കുന്നു, അതുപോലെ നിങ്ങൾ ഡ്രീം കാണുക. നിങ്ങളും തിരിച്ചു പറയുന്നു, അവനും തിരിച്ചു പറയുന്നു, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡ്രീം കാണേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പം ഞാനിപ്പോൾ അവൻ അവൾ എന്ന് പറഞ്ഞു, ലവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഒത്തിരി നാൾ കളഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി പോയൊരു പുള്ളിയാണ്. ആ പുള്ളിയും നമുക്ക് മൈൻഡ് മെസ്സേജിലൂടെ അല്ലെങ്കിൽ മെൻ്റൽ മെസ്സേജിലൂടെ തിരിച്ചു കൊണ്ടുവരാം. അവൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഉൾബോധം ഉണ്ടല്ലോ, അവൻ്റെ മനസ്സിൽ ആ ഒരു ബോധത്തിൽ നമുക്ക് ആ ഒരു ബോധം കണക്ട് ചെയ്ത് കൊണ്ടുവരാം. ഇവിടുന്ന് എൻ്റെ ഒരു സോളും അവൻ്റെ ഒരു സോളും കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ഡീപ്പ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കാം. അതായത് നമ്മൾ അമ്മയും കുഞ്ഞും ഒക്കെ ചെയ്യുന്ന ആ ഒരു അമ്മമാർക്ക് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുമ്പോൾ ചെയ്യുന്ന പെട്ടെന്ന് ഓർത്ത് വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ അവരെന്തായാലും നിങ്ങളെ വിളിക്കും. അപ്പോൾ ആ ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് ലവിനെ കുറിച്ചാണ്. ഇനി ലവ് ആവട്ടെ, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അവനൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കോളിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരാണ്, അവൻ്റെ ഒരു മെസ്സേജിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ടെലിപ്പതി, ഈ ഒരു മെൻ്റൽ മെസ്സേജ് ഉറപ്പായിട്ടും വർക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്യുക. പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്നു, അപ്പോൾ അവനിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നു, നമ്മൾ കണ്ണും നോക്കി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു, നമ്മൾ ഹാപ്പി ആകുന്നു. അവൻ്റെ വിഷമങ്ങളോ നിങ്ങളുടെ വിഷമങ്ങളോ ഒന്നും അവിടെ എന്ത് ചെയ്യരുത്, എക്സ്പ്രസ് ചെയ്യരുത്, പറയരുത്. രണ്ടുപേരുടെ മുഖത്തും അങ്ങനെ ഉണ്ടാവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്ന ആ ഒരു മുഖം ഉണ്ടല്ലോ, ആ മുഖം എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷിച്ച് നിൽക്കുന്ന ഒരു മുഖമായിരിക്കണം നിങ്ങൾ കാണേണ്ടത്. അതായത് നിങ്ങളുടെ ലവറിൻ്റെതാണെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടേതാണെങ്കിൽ, നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് മെൻ്റൽ മെസ്സേജിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അയാളെ നിങ്ങൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, അയാൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ഇഷ്ടം ആണെന്നുള്ള കാര്യം പുള്ളിയും പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമായി. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മൈൻഡിലൊരു ചെറിയൊരു പുഞ്ചിരി ഉണ്ടല്ലോ, അപ്പോൾ ആ പുഞ്ചിരി നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി. ഓക്കെ, ഇനി ഫ്രഷായിട്ട് നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. കണ്ണ് അടച്ച് നമ്മൾ ഇത്രയും ചെയ്തു. അതിന് ശേഷം നമ്മുടെ ഈ രണ്ട് കൈ ഉണ്ടല്ലോ, നിങ്ങളത് ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് രണ്ട് കൈയും കൂടെ ഒന്ന് കൂട്ടി ഉരസുക. നമ്മൾ രണ്ട് കൈയും കൂടെ ഒന്ന് കൂട്ടി ഉരസുന്നു. അതിനുശേഷം ഈ കൂട്ടി ഉരസിയ ഈ രണ്ട് കൈ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട്
നമ്മളെ കണ്ണിൽ വെക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടും, ഒരു നേർത്തൊരു ചൂട്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ചൂടുണ്ടല്ലോ, നമ്മൾ അനുഭവിച്ച കാര്യം, നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ എന്താണ് പറഞ്ഞ കാര്യം എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നിട്ടുള്ളൊരു ചൂട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെമ്പറേച്ചർ തട്ടി നമ്മുടെ കണ്ണിലോട്ട് വെക്കുകയാണ്. നമ്മൾ ഡ്രീം കണ്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. ആ ഒരു ചെറു ചൂട് നമ്മുടെ കണ്ണിലേക്ക് വെക്കുന്നു. കണ്ണിലേക്ക് വെച്ച ശേഷം നിങ്ങളെ പതിയെ കണ്ണുകളൊന്ന് തുറക്കുക. കഴിഞ്ഞു. ഇത്രയാണ് സംഭവം. കണ്ണുകൾ അടയ്ക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അതുപോലെ ചെയ്യുന്നു. അതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇത് പുള്ളിക്കാരനെ ഓർക്കുന്നു, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. എല്ലാം റെസ്പോണ്ട് ചെയ്ത ശേഷം നമ്മൾ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി വെക്കുകയാണ്. ഓക്കെ ആക്കി വെച്ച് നമ്മളെല്ലാം ഇങ്ങനെ ചൂടൊക്കെ കൊടുത്തു കണ്ണൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആക്കി വെക്കുന്നു. അപ്പോൾ കണ്ണൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച ശേഷം നേരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൂളായിട്ടിരിക്കുക. നമ്മൾ അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ മെഡിറ്റേഷൻ, നമ്മൾ ആഗ്രഹിച്ച മെൻ്റൽ മെസ്സേജിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്തു, കഴിഞ്ഞു. അതായത് അന്നത്തെ ദിവസം നമ്മൾ മാക്സിമം മെഡിറ്റേഷൻ എടുത്തു. അതായത് മെഡിറ്റേഷൻ അല്ല, മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്തു. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മളൊക്കെ ആലോചിച്ചു. അയാൾ എൻ്റെ അടുത്ത് വന്നു. നമ്മൾ കൂളായിട്ട് ഒരു നെഗറ്റീവ്, ഇനി എൻ്റെ അടുത്ത് ഇത് വരുമോ, ഇനി ഈ ടെലിപ്പതി ചെയ്തിട്ട് വരുമോ, മെൻ്റൽ മെസ്സേജ് വർക്കാവുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ആ കാര്യം അവിടെ വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ കളയുന്നു. ഉറപ്പായിട്ടും ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യണമെന്ന് പറയുന്നില്ല, ഒരുപാട് പ്രാവശ്യം ചെയ്യുക. നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത്, ഇത് മെൻ്റൽ മെസ്സേജിലൂടെ അവർ തിരിച്ച് നിങ്ങളെ വിളിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കും. നിങ്ങൾക്കുമായിട്ടൊരു കണക്ഷൻ പുള്ളിക്ക് കിട്ടിയിരിക്കും. നിങ്ങളെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇടയ്ക്ക് കഥകളൊക്കെ തുറന്നു വന്നിട്ട് കയറിയപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആരാണ് വരാൻ ആഗ്രഹിക്കുന്നത്. കുറേ നാൾ അദ്ദേഹം വിളിച്ചു, പിന്നെ അതിന് ശേഷം വിളിച്ചില്ല. അപ്പോൾ കുറേയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പുള്ളി ഒന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഒരു വട്ടം എങ്കിലും പുള്ളി എനിക്കൊന്ന് സംസാരിക്കണം, ഒരു വട്ടം എങ്കിലും പുള്ളിയുടെ അടുത്ത് എനിക്കൊന്ന് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മെൻ്റൽ മെസ്സേജ് ട്രൈ ചെയ്യുക. ടെലിപ്പതി എന്ന് പറയുന്ന കാര്യം ഉള്ളതാണ്. അതായത് ടെലിപ്പതി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും ഒരാൾക്ക്, അതായത് പ്രിയപ്പെട്ട ഒരാൾ, അയാൾക്ക് തീരെ സുഖമില്ലാതിരിക്കുമ്പോഴോ അയാൾക്ക് തീരെ എന്താ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൂടെയുള്ള ഒരു സോളിന്, ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ദിവസം അവനിപ്പം വെയ്യെങ്കിൽ, അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നമുക്കൊരു ചിന്ത ഉത്ബോധത്തിൽ നിന്ന് വരുമല്ലോ, എന്താ അവന് സുഖമില്ലെന്ന് തോന്നല്ലോ, എന്തോ ഉണ്ടല്ലോ അവന്, എന്തോ ഉണ്ടല്ലോ എന്നുള്ളൊരു നമുക്കൊരു മൈൻഡിലൊരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ ആ ചിന്ത വരാൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, മൈൻഡ് മെസ്സേജ്, നമ്മൾ അറിയാതെ തന്നെ മൈൻഡിൽ മെസ്സേജ് പോവുകയാണ്, അല്ലെങ്കിൽ മെൻ്റൽ മെസ്സേജ് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മെൻ്റൽ മെസ്സേജിൻ്റെ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ആരെങ്കിലും കാണണം, അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് വിളിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ഒരു വട്ടം അപ്പോൾ അവൻ തിരിച്ചൊന്ന് മെസ്സേജ് അയച്ചാൽ കൊള്ളാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ പറയുന്നില്ല ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമെന്നൊന്നും പറയത്തില്ല. നല്ല രീതിയിൽ മെഡിറ്റേഷൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് 100% ആയിട്ട് ഒരു ദിവസം കൊണ്ട് സക്സസ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്ക് ഓർ 2 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടൊരു ബലം കിട്ടും. നിങ്ങൾ ചെയ്യുക. കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടൊരു പ്ലേസ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പൊസിഷൻ തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ഏത് വ്യക്തിയെക്കുറിച്ചാണ് ആ വ്യക്തി, നിങ്ങൾ കറക്റ്റ് റീക്രിയേറ്റ് ചെയ്യുക. സൗണ്ട് കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യവും അദ്ദേഹത്തിൻ്റെ സൗണ്ടും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക. ഈ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ 5 സെൻസസ് ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് മെഡിറ്റേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ഇല്ലാത്തവർ മാക്സിമം ഇത് ഒരു 1 or 2 or 3 വീക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു മെൻ്റൽ മെസ്സേജ് ട്രിക്കിലൂടെ തിരിച്ചു വരും. അപ്പോൾ ഇത് 100% ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ടെലിപ്പതിയിലൊക്കെ വിശ്വാസമുള്ളവർ, ടെലിപ്പതിയെ കുറിച്ച് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ഇടുക. ഇത് മുന്നേ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.